തൈറോയ്ഡ് പ്രശ്നമുള്ള ആളുകളിൽ അവരുടെ TSH എപ്പോഴും നോർമലായിരിക്കും. അവർ തൈറോയ്ഡ് 50, 25, 75, 100 എന്നൊക്കെ പറഞ്ഞ് പല ഡോസുകളിൽ മരുന്നെടുക്കുന്നവരായിരിക്കും. പക്ഷേ ഇവരെന്ത് പ്രശ്നം പറഞ്ഞ ആശുപത്രി പോയി എന്ന് പറഞ്ഞാലും TSH ചെക്ക് ചെയ്യും. അന്നേരം നോർമലാണ്, അന്നേരം പറയും തൈറോയ്ഡ് ഓക്കെയാണ്. ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ വയറ്റിന് പ്രശ്നമുണ്ടോ, ഗ്യാസ്ട്രോയിക്ക് ഉണ്ടോ, അല്ലാതെ സ്കിന്നിൻ്റെ പ്രശ്നമുണ്ടോ, ഡെർമറ്റോളജി ഉണ്ടോ, അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തൈറോയ്ഡ് നോർമൽ ആണെന്ന് ഉറപ്പ് പറയുന്നത് എപ്പോഴും TSH ലെവൽ നോക്കിയിട്ടാണ്. TSH ലെവൽ കൊണ്ട് മാത്രമൊന്നും തൈറോയ്ഡ് നോർമൽ ആകുന്നത്. തൈറോയ്ഡിൻ്റെ പല പ്രശ്നങ്ങളിൽ ഹോർമോൺ പ്രശ്നം മാത്രമാണ് TSH കൊണ്ട് നമ്മൾ അളക്കുന്നത്. T3, T4, TSH നോക്കുന്നത് ഹോർമോൺ പ്രശ്നം ഉണ്ടോ ഇല്ലെന്ന് അറിയാനാണ്. ഹോർമോൺ പ്രശ്നം ഉണ്ടായാലും, നൊഡ്യൂൾസ് ഉണ്ടായാലും, സിസ്റ്റ് ഉണ്ടായാലും, തൈറോയ്ഡിലെ നീർക്കെട്ടുണ്ടായാലും, ആൻറ്റിബോഡി ലെവലിൽ വേരിയേഷൻ വന്നാലും സിംറ്റംസ് സെയിം ആണ്. പക്ഷേ ഈ ഹോർമോൺ പ്രശ്നത്തിന് മാത്രമേ മരുന്നുള്ളത് കൊണ്ട് അത് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. എപ്പോഴും നോക്കിയാൽ മതി, ആരുടെ TSH നോർമലായാലും ഇവർക്ക് വെയിറ്റ് കൂടും ഭയങ്കരമായിട്ടും. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാകും, ടെൻഷൻ കൂടും, ഉറക്ക പ്രശ്നങ്ങൾ തുടങ്ങും, നെഞ്ചിടിപ്പുണ്ടാകും, അലർജി, തുമ്മൽ, ശ്വാസമുട്ടൽ, കണ്ണ് ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ എന്ന് പറയുന്ന എല്ലാ അലർജി പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകും. പീരിയഡ്സ് ഇറഗുലർ ആകും, PCOD പ്രശ്നങ്ങൾ, ഫൈബ്രോയിഡ് പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് ജോയിൻറ്റ് പെയിൻസ്, മസിൽ പെയിൻസ്, എവിടെ പിടിച്ചാലും വേദനയായിരിക്കും. കൈയൊക്കെ തണുത്ത് മരവിച്ചിരിക്കുന്നൊരവസ്ഥയായിരിക്കും, കാല് തണുക്കും, AC ഇരിക്കാൻ പറ്റത്തില്ല, തണുപ്പടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ TSH ചെക്ക് ചെയ്താൽ നോർമലായിരിക്കും. അപ്പോൾ തൈറോയിഡിൽ നീർക്കെട്ടുള്ളത് കൊണ്ട് വിറ്റമിൻ D കുറയുമ്പോൾ, അയൺ കുറയുമ്പോൾ, സിങ്ക്, സെലിൻ, അങ്ങനത്തെ കുറച്ച് പോഷകങ്ങളുണ്ട്. ഇതൊക്കെ നല്ല അളവിൽ ബോഡിയിൽ സപ്ലൈ ചെയ്ത് ഈ നീർക്കെട്ട് കുറച്ചെങ്കിൽ മാത്രമേ TSH നോർമൽ ആയാലും ഈ പ്രശ്നങ്ങൾ ക്ലിയർ ആകത്തുള്ളൂ. അല്ലാതെ ഇത് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോർമലാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നീർക്കെട്ട് കിടക്കുന്നത്രയും കാലം ഈ പ്രശ്നങ്ങൾ ഒരിക്കലും മാറില്ല. പിന്നെ അത് തൈറോയ്ഡ് പ്രശ്നമല്ല, വേറെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നിട്ട് യാതൊരു കാര്യം. അവസാനം ഇവർ സൈക്കാട്രി വരെ കയറി ഇറങ്ങി മെഡിസിൻ എടുക്കുന്ന രീതിയിലേക്ക് വരെ മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൈറോയ്ഡിൽ നീർക്കെട്ട് ക്ലിയർ. അത് നമ്മളിപ്പം നമ്മുടെ ജോൺ മരീൻസിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഡോക്ടേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് മരുന്നെടുത്തോട്ടെ, പക്ഷേ പ്രശ്നം മാറുന്നുണ്ടോ, മാറുന്നില്ല, അതിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അത് ട്രീറ്റ് ചെയ്യുമോ കാര്യങ്ങൾ നടക്കും. അല്ലാതെ മെഡിസിൻ എടുത്തു, ട്രീറ്റ്മെൻറ്റ് എടുത്തു, ആശുപത്രിയിൽ പോയി ഡോക്ടറെ കൊണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. റിസൾട്ട് ഉണ്ടോ ഇല്ലയോ, അതാണ് ആവശ്യം.